മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സമിതി അംഗം അഡ്വക്കേറ്റ് ഷിബിർ മീരാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ അധ്യക്ഷൻ, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ എന്റെ ആത്മസുഹൃത്ത് വി കെ എം ഷാഫി, സഹീർ നല്ലളം അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ പ്രൗഢമായ രണ്ട് പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. നമ്മുടെ യോഗം വല്ലാതെ വൈകിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഒരല്പസമയം ഈ യോഗത്തിൽ എഴുന്നേറ്റ് നിന്നത് ഇതൊരുപാട് സുഹൃതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു വേദിയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത്, നമ്മുടെ ഈ പ്രദേശത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരുടെ ഒരു കൂട്ടായ്മയിൽ ഇന്നൊരു കുടുംബം അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ ഉറങ്ങുകയാണ്. വീടില്ലാത്തൊരുവനോട് വീടിനൊരു പേരിടാൻ, കുഞ്ഞില്ലാത്തൊരുവനോട് കുഞ്ഞിനൊരു പേരിടാൻ ചൊല്ലവേ നീ കൂട്ടുകാരാ, രണ്ടുമില്ലാത്തൊരുവന്റെ നെഞ്ചിലെ തീ കണ്ടുവോ എന്ന് പാടിയത് മഹാകവി അയ്യപ്പനാണ്. അയ്യപ്പന് വീടുണ്ടായിരുന്നില്ല, കുടുംബം ഉണ്ടായിരുന്നില്ല, കുട്ടികളുണ്ടായിരുന്നില്ല. മദ്യത്തിന്റെ ലഹരിയിൽ ആത്മാവിൽ ഒഴുകുന്ന രക്തത്തിൽ പേന മുക്കി മലയാളികളെ ഭ്രമിപ്പിച്ച, ഉന്മാദത്തിന്റെ പരകോടിയിലേക്ക് മലയാളികളെ കൊണ്ടുപോയ ഒരുപാട് കവിതകൾ എഴുതിയ അയ്യപ്പൻ തിരുവനന്തപുരത്തോ തൃശൂരോ മലപ്പുറത്തോ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിന്റെ തിണ്ണയിൽ കിടന്നുറങ്ങുമ്പോ ഇത് കവിതകൾ എഴുതുന്ന അയ്യപ്പനാണ് എന്ന് തിരിച്ചറിയുന്ന ആരെങ്കിലും ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഈ കുഞ്ഞിനൊരു പേരിടണമെന്ന് അയ്യപ്പനോട് പറയും. വീടില്ലാത്ത അയ്യപ്പനെ ഏതെങ്കിലും ഒരു പരകുടിയിരിക്കലിന് വിളിച്ചുകൊണ്ടുപോയി ഒരൽപ്പം മദ്യവും നല്ല ഭക്ഷണവും കൊടുത്തിട്ട് വീടിന് ഒരു പേരിടാൻ പറയും. അന്ന് അയ്യപ്പൻ എഴുതിയ കവിതയാണ് വീടില്ലാത്തൊരുവനോട് വീടിനൊരു പേരിടാൻ, കുഞ്ഞില്ലാത്തൊരുവനോട് കുഞ്ഞിനൊരു പേരിടാൻ ചൊല്ലവേ നീ കൂട്ടുകാരാ, രണ്ടുമില്ലാത്തൊരുവന്റെ നെഞ്ചിലെ തീ കണ്ടുവോ എന്നത്. വീടില്ലാതാവുക എന്നത് ഏറ്റവും വലിയ സങ്കടമാണ്. അത്തരത്തിലുള്ള പതിനായിരത്തോളം കുടുംബങ്ങൾക്ക് മലയാളക്കരയിൽ അടച്ചുറപ്പുള്ള വീടുണ്ടാക്കി കൊടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സമാന്തര ഭരണകൂടത്തിന്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും പറയാവുന്ന ഏക ഉത്തരമെന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, നമ്മളിനിയിപ്പോ വലിയ രാഷ്ട്രീയം പറയേണ്ടതില്ല, വലിയ അളവിൽ രാഷ്ട്രീയം ഈ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഞാനൊരു പഴയ ഇടതുപക്ഷ പ്രവർത്തകനാണ്. ഞാൻ പിറന്നു വീണത് ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിലാണ്. സ്വാഭാവികമായും ഞാൻ ഇടതുപക്ഷ പശ്ചാത്തലത്തിലാണ് വളർന്നു വന്നത്. വിദ്യാർത്ഥിയായിരിക്കുന്ന വലിയൊരു കാലഘട്ടം പ്രവർത്തിച്ചതും ഇടതുപക്ഷത്തിൽ തന്നെയാണ്. പിന്നീടൊരു ഘട്ടത്തിൽ ലീഗിൽ വന്നപ്പോ രണ്ട് ചോദ്യങ്ങൾ എനിക്ക് നിരന്തരം നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്റെ പഴയ സഖാക്കളെ കാണുമ്പോൾ അവർ ചോദിക്കും, എന്തിനാണ് നീ ഈ പാർട്ടി വിട്ടു പോയത് എന്ന്. വേദിയിൽ വന്നിരിക്കുമ്പോൾ ലീഗിന്റെ പ്രവർത്തകർ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടിയത് എന്ന്. രണ്ട് ചോദ്യത്തിനുമുള്ള ഉത്തരം ഈ വേദിയാണ്. അടച്ചുറപ്പില്ലാത്ത, വീടില്ലാത്ത ഒരുപാട് പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്ന, രോഗികളുടെ കയ്യിൽ മരുന്ന് വെച്ചു കൊടുക്കുന്ന, തെരുവിൽ അലഞ്ഞു നടക്കേണ്ട വ്യർത്ഥ ബാല്യങ്ങളുടെ കയ്യിൽ പുസ്തകം വെച്ചു കൊടുക്കുന്ന, മച്ചിൻ പുറത്ത് നോക്കിക്കിടക്കുന്ന നിസ്സഹായരായ മനുഷ്യരുടെ നെടുവീർപ്പുകൾക്ക് നേരെ ഐക്യദാർഢ്യവുമായി കടന്നു ചെല്ലുന്ന, കാരുണ്യത്തിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഈ സംഘത്തിന്റെ ഭാഗമായിരിക്കുക എന്ന സുഹൃത്തത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹരിത പതാക കയ്യിലെടുത്തത് എന്നാണ് ഉത്തരം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രാഷ്ട്രീയത്തിലെ കാരുണ്യത്തെ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്നു. ലീഗിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജീവകാരുണ്യത്തിന്റെ രാഷ്ട്രീയമാണ്. അവനവന്റെ അത്യാവശ്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, അവന്റെ ആവശ്യങ്ങളെ പിന്നത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട്, സ്വന്തം സങ്കടങ്ങളെ, സ്വന്തം വേപതുക്കളെ ഒക്കെ മറന്നുകൊണ്ട് അവരന്റെ നൊമ്പരങ്ങൾക്ക് കൂട്ടിരിക്കുക എന്ന ഈ വലിയ ദൗത്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഓരോ പ്രവർത്തകരെയും പഠിപ്പിച്ച മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇല്ലാത്ത 8 വർഷം കടന്നുപോകുന്ന ഒരു കേരളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാനാണ് ആദരണീയനായ തങ്ങളെ എന്റെ ജീവിതത്തിൽ ഒരു വട്ടം പോലും നേരിട്ട് കണ്ടിട്ടില്ല. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ആ മനുഷ്യൻ ജീവിച്ച ഈ കേരളത്തിൽ ഞാൻ 27 വർഷം ജീവിച്ചിട്ടുണ്ട്. 1982 പിറന്നത്. അങ്ങനെ വരുമ്പോ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജീവിച്ച കേരളത്തിൽ ഞാൻ ജീവിച്ചത് 27 വർഷക്കാലം. എന്റെ 14 വയസ്സ് മുതൽ ഞാൻ രാഷ്ട്രീയം നിരന്തരമായി ശ്രദ്ധിക്കുന്ന, വായിക്കാൻ ശ്രമിക്കുന്ന, പഠിക്കാൻ ശ്രമിക്കുന്ന, അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ്.
ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ എന്ന നിലക്ക്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് എന്റെ 14 വയസ്സ് മുതൽ ഞാൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷാ പേര് കേൾക്കാറുണ്ട്. എന്റെ പെരുമ്പാവൂരിൽ നടന്ന ഒരുപാട് ലീഗ് സമ്മേളനങ്ങളിൽ, ഒരുപാട് മതസമ്മേളനങ്ങളിൽ, ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ തങ്ങൾ വന്നിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് ജീവിതത്തിൽ ഒരു വട്ടം മനുഷ്യനാണ് ഇദ്ദേഹമെന്ന് എനിക്ക് തോന്നിയില്ല. ഒരു വട്ടം പോലും ആ വേദിയിൽ പോയി ആ മനുഷ്യനെ കാണാൻ ഞാൻ തയ്യാറായില്ല, ശ്രമിച്ചില്ല. കാരണം ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാണേണ്ട ഒരാളെന്ന്, അത്രയ്ക്ക് വലിയ ഒരു മനുഷ്യനെന്ന് എനിക്ക് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷാ തങ്ങളെ പറ്റി അന്ന് തോന്നിയില്ല. മലപ്പുറത്തെ ഒരു പാർട്ടിയുടെ നേതാവ്, മലപ്പുറത്ത് അന്തം കെട്ട കുറെ ആളുകളുള്ളതുകൊണ്ട് മലപ്പുറത്ത് ഏത് കുറ്റിച്ചൂലിൽ നിർത്തിയാലും വിജയിച്ചു വരാൻ കഴിയുന്ന കേരളത്തില് ഒരു ബ്ലാക്ക് ബെൽറ്റ് പാർട്ടിയുടെ നേതാവെന്ന് എന്റെ 27ാമത്തെ വയസ്സ് വരെ ഞാൻ തങ്ങളെ ചെറുതായി കണ്ടു. പിന്നീട് ഇടതുപക്ഷ പ്രസ്ഥാനം ഉപേക്ഷിച്ച് ലീഗിൽ വന്നപ്പോ എനിക്ക് ആ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ഞാൻ വിദേശത്ത് പോയി. ഞാൻ വിദേശത്തിരിക്കുമ്പോഴാണ് ഒരു ദിവസം വൈകിട്ട് ഞാൻ ടി വി കാണുമ്പോ മലയാളക്കരയില് പരിണിതപ്രജ്ഞനായ മാധ്യമപ്രവർത്തകർ ഒന്നാകെ ഒട്ടേറെ ഞെട്ടിക്കുന്ന വാർത്തകൾ, ആയിരക്കണക്കിന് ആളുകളുടെ മരണങ്ങൾ, ഒട്ടേറെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഒട്ടേറെ പ്രതിനിധി രംഗങ്ങൾ ഒരു കൂസലുമില്ലാതെ, തങ്ങളുടെ ഹൃദയത്തുടിപ്പ് ഒരു പോയിന്റ് പോലും വർദ്ധിക്കാതെ നിശ്ചയദാർഢ്യത്തോടെ ധൈര്യത്തോടെ ഈ ലോകത്തെ പിടിച്ചുകുലുക്കിയ ഒരുപാട് വാർത്തകൾ നിസ്സംഗമായി വായിച്ച കേരളത്തിലെ, ഇന്ത്യയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകർ ഒന്നാകെ നിറകണ്ണുകളോട് ആ വാർത്താ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, സമാദരണീയനായ തങ്ങള് കടന്നുപോയിരിക്കുന്നു. എനിക്ക് ആ മനുഷ്യനെ കാണാൻ ഭാഗ്യമുണ്ടായില്ല. ജീവനോടെ ആ തങ്ങളെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ല. പക്ഷേ കഴിഞ്ഞ 7 വർഷക്കാലത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ പോകുന്ന വേദികളിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ആ മനുഷ്യന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കാറുണ്ട്. അത്തരമൊരു വേദിയാണിത്. ഒരുപാട് തവണ നമ്മൾ പറയാറുണ്ട്, പുതിയ കാലത്ത് വി മിസ് യു എന്ന് പറയാറുണ്ട്. സുഹൃത്തുക്കളോട് പറയാറുണ്ട്, ഭാര്യയോട് പറയാറുണ്ട്, കുടുംബത്തോട് പറയാറുണ്ട്, നാടിനോട് പറയാറുണ്ട്, വി മിസ് യു, ഞങ്ങൾക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളില്ലല്ലോ എന്ന് ഞങ്ങൾ ഓർക്കാറുണ്ട്. കഴിഞ്ഞ 8 വർഷക്കാലം ഈ രാജ്യം തങ്ങളെ മിസ് ചെയ്തത്, തങ്ങളുണ്ടായിരുന്നെങ്കിലെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയ ഒട്ടേറെ നിമിഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ആ നിമിഷങ്ങളുടെ ഒരാവർത്തനത്തിന് ഗതിവേഗം വർദ്ധിക്കുന്ന അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. മുസ്ലിം ലീഗ് ഒരു പുതിയ ദൗത്യം ഏറ്റെടുക്കുകയാണ്. അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ രാജ്യത്ത് രൂപപ്പെട്ടു വന്നിരിക്കുന്നു. രാജ്യമാദ്യമായല്ല ഒരു BJP പ്രധാനമന്ത്രിയെ കാണുന്നത്. രാജ്യത്ത് നേരത്തെയും BJPയുടെ പ്രധാനമന്ത്രിമാർ കടന്നു വന്നു. അടൽ ബിഹാരി വാജ്പേയി, അദ്ദേഹം ആദ്യമുണ്ടാക്കിയ മന്ത്രിസഭയുടെ കാലാവധി 13 ദിവസം. 13 ദിവസത്തേക്ക് അവിശ്വാസ പ്രമേയത്തിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരമുണ്ടാകുമെന്ന് ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന വാജ്പേയി ഗവൺമെന്റ് പശു നിരോധനം നടപ്പിലാക്കാൻ ആ 13 ദിവസത്തിനകത്ത് ഈ രാജ്യത്ത് ഒരു പരിശ്രമം നടത്തി. പിന്നെ 13 മാസം വാജ്പേയി ഗവൺമെന്റ് വന്നു. 1999 മുതൽ 2004 വരെ നീണ്ട 5 വർഷക്കാലം രാജ്യത്തിന്റെ ചരിത്രത്തിൽ കാലാവധി പൂർത്തിയാക്കുന്ന ആദ്യത്തെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് എന്ന നിലക്ക് അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റ് രാജ്യം ഭരിച്ചു. അന്നൊന്നും ഇത്ര ഭയം നമുക്കുണ്ടായില്ല. എന്തുകൊണ്ട്? വാജ്പേയി മര്യാദക്കാരനായതുകൊണ്ടാണോ? RSSനകത്ത്, ഫാസിസത്തിനകത്ത്, സംഘപരിവാറിനകത്ത് നല്ല ഫാസിസ്റ്റ്, കൊള്ളരുതാത്ത ഫാസിസ്റ്റ് എന്നൊരു വേർതിരിവില്ല. ഫാസിസം എന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അതിന്റെ അടിത്തറയിൽ തന്നെ ന്യൂനപക്ഷ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, മതേതര വിരുദ്ധമാണ്, ദളിത് വിരുദ്ധമാണ്. പക്ഷേ വാജ്പേയി ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ ഒരു മാന്യത കാട്ടി. എന്താ അത്? 2002 വർഗീയ കലാപം നടക്കുമ്പോ ഭ്രൂണത്തിന് പോലും മതമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗർഭസ്ഥ ശിശുവിന്റെ, ഗർഭിണിയായ സ്ത്രീയുടെ വയറ് കുത്തിപ്പിളർത്തിട്ടു ഗർഭസ്ഥ ശിശുവിന് ത്രിശൂലത്തിൽ നാട്ടി നിർത്തുന്ന നരേന്ദ്രമോദിയുടെ കാട്ടാളത്വം ആരും നിയന്ത്രിക്കാനില്ലാതെ ഗുജറാത്തിൽ അഴിഞ്ഞാടിയപ്പോ നിങ്ങൾ രാജ്യധർമ്മം മറന്നു പോകരുത് എന്ന് നരേന്ദ്രമോദിയോട് പറയാനുള്ള മിനിമം മര്യാദ ചരിത്രത്തിന്റെ ആ ഘട്ടത്തിൽ ആ മനുഷ്യൻ കാണിച്ചു. ഇപ്പൊ എന്താ സ്ഥിതി? നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ജുനൈദിനെ കുറിച്ച് ഇവിടെ പ്രസംഗിച്ചു. നമ്മൾ കേട്ടതിലും ഭീകരമാണ് അവസ്ഥ.
ഇവിടെ പ്രിയപ്പെട്ട സഹീർ എന്റെ സുഹൃത്ത് അദ്ദേഹം പറഞ്ഞല്ലോ, നമുക്ക് വേണ്ടിയും നാളെ പ്രാർത്ഥനകൾ ഉയരുന്ന ഒരു കാലം വരുമെന്ന്. ഞാൻ ദീർഘമായി പറഞ്ഞു പോകുന്നില്ല, ആ ഒരു സംഭവം പറഞ്ഞു ഞാൻ അവസാനിക്കും. ഈ രാജ്യം എത്തപ്പെട്ട അപകടത്തിന്റെ ഭീഷണി അതിലുണ്ട്. ഈ രാജ്യം എവിടെയാണ് നിൽക്കുന്നത് എന്ന് ആ സംഭവത്തിന് നമുക്ക് പറഞ്ഞു തരാൻ കഴിയും. ആദരണീയനായ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിനോട്, സാഹിബിനോട്, രാജ്യത്തെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ ദേശീയ നേതാക്കന്മാരോട്, ആ കുടുംബം നിറകണ്ണുകളോട് അവരുടെ കഥ പറയുമ്പോ, ഡൽഹിയിൽ കഴിഞ്ഞ 18-ാം തീയതി മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് മാർച്ച് കഴിഞ്ഞ് കേരള ഹൌസിൽ വെച്ച് ആ കുടുംബം അവരുടെ കഥ പറയുന്നത് ഞാൻ കേട്ടതാണ്. അതിനു മുൻപ് ആ സംഭവം ഉണ്ടായ ഉടനെ ചെറിയ പെരുന്നാളിന്റെ പിറ്റേ ദിവസം മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധി സംഘം പ്രിയപ്പെട്ട ഈറ്റ് നയിക്കുന്ന ബാബ് സാഹിബ് ഉൾക്കൊള്ളുന്ന CK സുബൈറടക്കം യുവജന പ്രസ്ഥാനത്തിന്റെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ ഒരു പ്രതിനിധി സംഘം അവിടെ പോയി. അപ്പോഴും അവർ ആ കഥ വിശദീകരിച്ചു. എന്തുണ്ടായത്? അവരാകെ പോയത് 5 കുട്ടികൾ. ഒന്ന് ജുനൈദ്, മറ്റൊന്ന് ജുനൈദിന്റെ സഹോദരൻ ഹാഷിം കോഴിക്കോട് നമ്മുടെ സമ്മേളനത്തിന് വന്ന കുട്ടി, പിന്നുണ്ടായിരുന്നത് വേറെ 3 സുഹൃത്തുക്കൾ. അവർ 5 പേരും പോയി. ജുനൈദും ഹാഷിമും വിശുദ്ധ ഖുർആൻ വന്നിട്ട് ആദ്യത്തെ പെരുന്നാളാണ്. ആ പ്രദേശത്തെ പള്ളികളിൽ വിശുദ്ധ ഖുർആൻ പള്ളിയിൽ പോയിരുന്നത് ഓതിയതിന്റെ പേരിൽ നാട്ടുകാർ കൊടുത്ത 5000 രൂപ ആ കുട്ടികളുടെ കയ്യിലുണ്ട്. അതിന്റെ കൂടെ പിറ്റേ ദിവസം ഖുർആൻ മനഃപ്പാടമാക്കിയതിന്റെ പേരിൽ ആ ബല്ലഫ്കട്ടിലെ പള്ളിയിൽ അവർ ആദരിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് ആ ഉമ്മ സൈറാബീഗമെന്ന് ആ കുട്ടികൾക്ക് 1500 രൂപ കൂടി കൊടുത്തു. ആ പൈസയുമായിട്ട് ആ കുട്ടികൾ പോയി ഡൽഹിയിലെ ജുമാ മസ്ജിദിന്റെ പരിസരത്തേക്ക്. അവിടെ ഒരു വലിയ ഗലിയുണ്ട്, ഒരു വലിയ ചന്തയുണ്ട്. തുണിത്തരങ്ങളും നമ്മുടെ ഈ കല്ലുമാല പോലെയുള്ള ആഭരണങ്ങളുമൊക്കെ വില കുറച്ച് കിട്ടുന്ന ഒരു ചന്ത. അവിടെ പോയിട്ട് അവർ ഈ സാധനങ്ങളൊക്കെ വാങ്ങി ആ കുട്ടികൾ ഡൽഹിയിലെ ജുമാ മസ്ജിദ് കണ്ടു. അവിടെ നിന്ന് മധുരയ്ക്ക് പോകുന്ന ഒരു ലോക്കൽ ട്രെയിനിൽ അവർ കയറി വല്ലഭ്ഗഡിലേക്ക്, അവരുടെ ഗ്രാമത്തിലേക്ക്. തുഗ്ലക്കാബാദ് എന്ന് പറയുന്ന തുഗ്ലക്കിന്റെ പേരിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയപ്പോ ഒരാൾക്കൂട്ടം ആ ട്രെയിനകത്തേക്ക് കയറി. ഈ ആൾക്കൂട്ടം ഈ കുട്ടികളെ കണ്ടപ്പോ പാകിസ്ഥാനി എന്ന് വിളിച്ചു. മാംസഭക്ഷണം കഴിക്കുന്നവരെന്ന് ഈ കുട്ടികളെ പരിഹസിച്ചു. ഈ കുട്ടികളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഈ കുട്ടികൾ എന്താ ചെയ്തത് നമ്മൾ മനസ്സിലാക്കണം. ഈ കുട്ടികൾ ആ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി. ഇവരെ ഭീഷണിപ്പെടുത്തിയപ്പോ, ഇവരിറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോ ഭയന്നു പോയ ആ കുട്ടികൾ ആ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി മറ്റൊരു കമ്പാർട്ട്മെന്റിൽ കയറി. ഭ്രാന്ത് പിടിച്ച ഈ ആൾക്കൂട്ടമോ അവരും ഇറങ്ങി. എന്നിട്ട് ഈ കുട്ടികളുടെ കൂടെ മറ്റേ കമ്പാർട്ട്മെന്റിൽ കയറി. ഇവരെ അടിക്കാൻ തുടങ്ങി, താടിയിൽ പിടിച്ചു വലിക്കാൻ തുടങ്ങി, തൊപ്പിയൂരി എറിയാൻ തുടങ്ങി, പാകിസ്ഥാനി എന്ന് വിളിക്കാൻ തുടങ്ങി, മാംസഭക്ഷണം കഴിക്കുന്നവനെന്ന് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവരെ നിലത്തിട്ട് അവരെ ചവിട്ടാൻ തുടങ്ങി. എത്ര പേര്? 2 പേര്. ആരെയൊക്കെ? ജുനൈദിനെയും ഹാഷിമിനെയും. ബാക്കിയുള്ള 3 പേരോ അവരെവിടെ പോയി? അവർ മുസ്ലിംകളായിരുന്നില്ലേ? അവർ മുസ്ലിംകളായിരുന്നു. എന്തുകൊണ്ട് അവരാക്രമിക്കപ്പെട്ടില്ല? എന്തുകൊണ്ട് ജുനൈദും ഹാഷിമും ആക്രമിക്കപ്പെട്ടു? ജുനൈദും ഹാഷിമും ധരിച്ചിരുന്ന നിങ്ങൾ മനസ്സിലാക്കിക്കോ, എല്ലാറ്റിനും മേലെയാണ് വർഗമെന്ന് പറയുന്ന, സ്വത്വം പറയുന്നവൻ. മുസ്ലിം എന്ന പേരിൽ അതിക്രമിക്കപ്പെടുമ്പോ മുസ്ലിം എന്ന പേരിൽ സംഘടിക്കണമെന്ന് പറയുന്ന മുസ്ലിം ലീഗുകാരന് വർഗീയവാദി എന്ന് വിളിക്കുന്ന കൂട്ടായിലെ മാപ്പിള സഖാബ് മനസ്സിലാക്കിക്കോ, പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം. ഇവർ അടിച്ചു, ഇവരെ ചവിട്ടി, ഇവരെ ഭീഷണിപ്പെടുത്തി. എന്തുകൊണ്ട്? അവർ ധരിച്ചത് കൂർത്തയാണ്, അവർ ധരിച്ചത് പൈജാമയാണ്. അവർക്ക് തൊപ്പിയുണ്ടായിരുന്നു, നീണ്ട താടിയുണ്ടായിരുന്നു, നിസ്കാര തഴമ്പുണ്ടായിരുന്നു. ഈ 2 കുട്ടികളുടെ നെറ്റിയിൽ. മറ്റവരോ? അവർക്ക് തൊപ്പിയില്ല, അവർക്ക് താടിയില്ല, അവർ പാന്റും ഷർട്ടും ഇട്ടവരായിരുന്നു. നിങ്ങൾ നോക്കിക്കോ, തൊപ്പി വച്ച മുസ്ലിം, താടി വച്ച മുസ്ലിം, വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ, നെറ്റിയിൽ നിസ്കാര തഴമ്പുള്ള, മതമെന്ന നിലക്ക്, വിശ്വാസമെന്ന നിലക്ക് ആ വിശ്വാസത്തിന്റെ അടയാളങ്ങൾ പേര് നിറയ്ക്കുന്ന മുസ്ലിമിനെ തേടിയാണ് അവർ വരുന്നത്. ആ അടയാളത്തെ ഉയർത്തിപ്പിടിക്കണം ധീരമായിട്ട് എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രസക്തി മനസ്സിലാക്കാൻ പിന്നെന്താ വേണ്ടത്? എന്നിട്ടോ ട്രെയിൻ വല്ലഭ്ഗഡിലെത്തി. ഈ കുട്ടികൾ അവരുടെ ഇക്കാക്ക ഷാക്കിർ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന കണ്ടപ്പോ ഷാക്കിറിനെ വിളിച്ചപ്പോ ഇവരോട് ചോദിച്ചു, അത് നിങ്ങളുടെ ഇക്കാക്കയാണോ? അതെന്ന് പറഞ്ഞു. ഇക്കാക്കയാണെന്ന് പറഞ്ഞു. ഇക്കാക്കയുടെ കൂടെ തങ്ങളെ വിട്ടയക്കുമെന്നാണ് ഈ കുട്ടികൾ പ്രതീക്ഷിച്ചത്. അവനെ വിളിക്കാൻ പറഞ്ഞു ഈ ആൾക്കൂട്ടം. ഷാക്കിർ ട്രെയിനടുത്തേക്ക് വന്നപ്പോഴോ
ഇവർ ഷാക്കിറിനെ കൂടി പിടിച്ചു വലിച്ച് ട്രെയിനകത്ത് കയറ്റി. കൂട്ടത്തിൽ ഭ്രാന്തനായ ഒരാൾ ഒരു കത്തി പുറത്തെടുത്തു. ഷാക്കിറിന് 7 കുത്ത്, 16 വയസ്സുള്ള ജുനൈദിന് 20-ലേറെ കുത്തുകൾ. ജുനൈദിന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകി. ജുനൈദ ട്രെയിനിൽ കിടന്ന് മരിക്കുമ്പോ ജുനൈദിന്റെ മൃതശരീരവും അവന്റെ മയ്യത്തും മൃതപ്രായമായ ഷാക്കിറിന്റെ ശരീരവും മർദ്ദനമേറ്റവശനായ ഹാഷിമിനെയും അവരാ ട്രെയിനിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. പിതാവ് ഹാലിമുദ്ദീൻ വരുമ്പോ അവിടെ പോയിട്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കാണുന്ന കാഴ്ച 15 വയസ്സുള്ള തന്റെ മകന്റെ മയ്യത്ത് മടിയിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ഷാക്കിറിനെയും ഹാഷിമിനെയുമാണ്. ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഞങ്ങളെ കുടുംബത്തെ പോയി കണ്ടു. മുഹമ്മദ് അഹ്ലാക്കിനെ പോലെ, അതല്ലെങ്കിൽ നുഅ്മാനെ പോലെ, പഹ്ലൂഖാനെ പോലെ, ജുനൈദിനെ പോലെ രാജ്യത്ത് ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ, ഉടുക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ, മതപരമായ വിശ്വാസപരമായ അടയാളങ്ങളുടെ പേരിൽ ഫാസിസം മനുഷ്യരെ തെരുവിലിട്ട് പട്ടികളെ പോലെ തല്ലിക്കൊല്ലുമ്പോ പുതിയ കാലഘട്ടത്തിൽ ദേശീയ തലത്തിൽ ഇതിനെതിരായ പ്രതിരോധം നടത്തിക്കൊണ്ടുവരണമെന്ന് മുസ്ലിം ലീഗ് തീരുമാനിച്ചു. ഞങ്ങൾ ഒരു ഭാഗത്ത് ആ രാഷ്ട്രീയ സമരം ഏറ്റെടുത്തു. ഈ ഇരകൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടം രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നരേന്ദ്രമോദിയുടെ മൂക്കിന്റെ താഴെ ഞങ്ങൾ ഏറ്റെടുത്തു. ജൂലൈ മാസം 17-ാം തീയതി മലപ്പുറത്തെ ജനങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് നിയോഗിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറയുന്ന നേതാവ് ലോകസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ പിറ്റേ ദിവസം കുഞ്ഞാലിക്കുട്ടിയുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആ രാഷ്ട്രീയത്തിന്റെ രാജ്യ തലസ്ഥാനത്തേക്കുള്ള വരവറിയിച്ചുകൊണ്ട് ഇവിടുത്തെ ദളിതന്, ഇവിടുത്തെ മുസൽമാന്, ഇവിടുത്തെ ന്യൂനപക്ഷക്കാരന് ഇനിമേൽ ചോദിക്കാൻ ഇന്ദ്രപ്രധാനത എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യം ഇന്നവരെ കണ്ട ഏറ്റവും വലിയ ജനകീയ സമരങ്ങളിലൊന്നായി മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് മാർച്ച് മാറി. ജുനൈദിന്റെ ഗ്രാമം ഒന്നടങ്കം വന്നു ലീഗിന്റെ സമരത്തിലേക്ക്. ജുനൈദിന്റെ ഗ്രാമം ഒന്നടങ്കം ബസ്സുകൾ വിളിച്ചുകൊണ്ട് കുട്ടികളടക്കം, സ്ത്രീകളടക്കം, വൃദ്ധരായ മാതാപിതാക്കളടക്കം വല്ലഭ്ഗഡ് എന്ന് പറയുന്ന ആ ഗ്രാമം ഒന്നടങ്കം മുസ്ലിം ലീഗിന്റെ ഹരിത പതാകയുടെ തണലിലേക്ക് ഡൽഹിയിൽ ഒഴുകിയെത്തി. ഉത്തരേന്ത്യയിലെ നിരവധി ദളിത് ആക്ടിവിസ്റ്റുകൾ ആ സമരവേദിയിൽ കടന്നു വന്നുകൊണ്ട് പ്രിയപ്പെട്ട നേതാക്കന്മാര് സാക്ഷി നിർത്തിയിട്ട് പറഞ്ഞു, ഈ പതാകയിൽ, ഇതിന്റെ നിലപാടുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, നമുക്കൊരുമിച്ച് നിൽക്കാൻ കഴിയണം. ദളിതരും ഒരു ഭാഗത്ത് ആക്രമിക്കപ്പെടുകയാണ്. ഇവിടെ പറയുന്നുണ്ടല്ലോ നരേന്ദ്രമോദി, ഞങ്ങൾ ഹിന്ദുക്കളുടെ ആകെ സംരക്ഷകരാണ്. എനിക്കറിയില്ല കൂട്ടായിലെ ഒരു പോപ്പുലേഷന്റെ കഥ. പോപ്പുലേഷൻ കേട്ടിരിക്കുന്ന സദസ്സിന്റെ ആ നാടിന്റെ പോപ്പുലേഷൻ നോക്കിയിട്ട് മുസ്ലിം ലീഗ് പ്രസംഗിക്കാറില്ല. ഞങ്ങളൊക്കെ പാർട്ടിയുടെ ഒരുപാട് കമ്മിറ്റികളിൽ പങ്കെടുക്കാറുണ്ട്. ലീഗ് വർഗീയമാണ് എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കിക്കോ. ഏതെങ്കിലും ഒരു യോഗത്തിൽ, അടച്ചിട്ട ഒരു മുറിയിൽ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാവിന്റെ ഭാഗത്തു നിന്ന് വർഗീയമായ, മതേതര വിരുദ്ധമായ ഒരു പരാമർശമുണ്ടായാൽ ഞങ്ങളുടെ പൊന്നു തങ്ങളുടെ നെറ്റി ചുളിയും. അങ്ങനെ പറയരുതെന്ന് ഞങ്ങൾ തിരുത്തും. വർഗീയമായ ഒരു നിലപാട് അടച്ചിട്ട മുറിക്കകത്തും ലീഗ് പറയാറില്ല. മൈക്ക് കെട്ടി പുരുഷാരത്തിന് മുൻപിലും ലീഗ് പറയാറില്ല. ആർ ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥ ഞാൻ വായിച്ചതാണ്. മാധ്വജനങ്ങൾക്ക് മാർദ്ദവത്വമില്ലെങ്കിലും ഉദ്ദേശശുദ്ധിക്ക് മാപ്പ് തന്നാലും എന്നായിരുന്നു ആ ആത്മകഥയുടെ തുടക്കത്തിൽ അദ്ദേഹം എഴുതിവെച്ച കവിത. മാധ്യമം വീക്കിലിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചതാണ്. മാധ്വജനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിലും ഉദ്ദേശശുദ്ധിക്ക് മാപ്പ് തന്നാലും. വർഷങ്ങൾക്ക് മുൻപാണ്, 3-4 വർഷങ്ങൾക്ക് മുൻപ്. അതില് ആർ ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നൊരു സംഗതിയുണ്ട്. ഞാനാണ് UDF ഉണ്ടാക്കിയത്, ഞാൻ വലിയ മതേതര ചിന്താഗതിക്കാരനാണ്, ഏത് മുസ്ലിം പള്ളി കണ്ടാലും ആ പള്ളിയുടെ ഭണ്ഡാരത്തിൽ ഞാൻ പണം നിക്ഷേപിക്കാറുണ്ട്, ബാങ്ക് വിളിക്കുമ്പോ ഞാൻ പ്രസംഗം നിർത്താറുണ്ട്, എന്റെ കൊട്ടാരക്കരയിലെ എല്ലാ പള്ളികളിലും ഞാൻ പോകാറുണ്ട്. ശരിയാണ്. ബാലകൃഷ്ണ എന്ന് പറയുന്ന ബാലകൃഷ്ണ പിള്ള എന്ന് പറയുന്ന RB പിള്ള എന്ന നേതാവിന് നമുക്ക് കഴിഞ്ഞ എത്രയോ പതിറ്റുണ്ടായി ഒരു മതേതര നേതാവ് എന്ന നിലക്ക് അനുഭവപ്പെട്ടത്. നമ്മൾ എങ്ങനെയാണ് അദ്ദേഹത്തെ വിലയിരുത്തിയത്? അദ്ദേഹം ഒരു മതേതരവാദിയാണ്. ആർ ബാലകൃഷ്ണപിള്ള പ്രസംഗിക്കുന്ന NSSന്റെ അടച്ചിട്ട മുറിയിലെ ഒരു യോഗത്തിനകത്ത് ആർ ബാലകൃഷ്ണപിള്ളയുടെ പ്രസംഗം നടക്കുമ്പോ NSSന്റെ പ്രവർത്തകനായ ഏതോ തലതിരിഞ്ഞ ഒരുത്തൻ അവന്റെ വാട്സപ്പില് വോയിസ് റെക്കോർഡിന്റെ ബട്ടൺ ഞെക്കി പിടിച്ചപ്പോ പുറത്തു വന്നപ്പോ നമ്മൾ കേട്ടതെന്താ? മേത്തന്മാര് നാടിനുള്ള പള്ളികൾ സ്ഥാപിക്കുകയാണ്,
ആ പള്ളികളിൽ നിന്ന് 5 നേരവും നായ കുരയ്ക്കും പോലെ ബാങ്ക് മുഴങ്ങുക. ആരാ പ്രസംഗിക്കുന്നത്? ആർ ബാലകൃഷ്ണപിള്ള. ആർ ബാലകൃഷ്ണപിള്ളയെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കിയത്? ആർ ബാലകൃഷ്ണപിള്ളയെ നമ്മൾ മനസ്സിലാക്കിയത് ഒരു മതേതര നേതാവായിട്ടാണ്. പക്ഷേ അടച്ചിട്ട ഒരു മുറിക്കകത്ത് വാട്സപ്പിലെ വോയിസ് റെക്കോർഡർ ഞെക്കിപ്പിടിക്കുമ്പോ നമ്മൾ കേൾക്കുന്ന പ്രസംഗം ആർ ബി പിള്ള എന്ന രാഷ്ട്രീയ നേതാവിന്റേതാണെന്ന് പറയുമ്പോ വിശ്വസിക്കാനാവാത്ത വിധം വർഗീയതയുടെ വിഷമുള്ളത്. ഇവിടെയാണ് ലീഗിന്റെ രാഷ്ട്രീയം. നമ്മൾ ഏതെങ്കിലും ഘട്ടത്തിൽ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാനിവിടെ ഇത് പറയുന്നത് ആരെങ്കിലും പ്രേരിപ്പിക്കാനല്ല. ഈ ഗവൺമെന്റ് ഹിന്ദുക്കളുടെ ഗവൺമെന്റ് ആണോ? മധ്യപ്രദേശിലെ കർഷകൻ സമരം ചെയ്യുമ്പോ മധ്യപ്രദേശിലെ കർഷകര് ശിവരാജ് സിംഗ് ചൌഹാൻ എന്ന ബിജെപിയുടെ അവിടുത്തെ മുഖ്യമന്ത്രി വെടിവെച്ച് വീഴ്ത്തുമ്പോ അവരുടെ പേരെന്താ? ആ വെടിയേറ്റ് വീണ കർഷകരുടെ പേര് അവരെല്ലാവരും ഹിന്ദുക്കളാണ്. അവരെല്ലാവരും ഹിന്ദുക്കളാണ്. ഈ രാജ്യത്ത് തോട്ടിപ്പണി നിലനിൽക്കുന്ന ഏക സംസ്ഥാനം ഗുജറാത്താണ്. എന്താണ് തോട്ടിപ്പണി? മാനുവൽ സ്കാവഞ്ചിങ്, മനുഷ്യന്റെ വിസർജ്യം, എന്റെയും നിങ്ങളുടെയും ഹ്യൂമൻ വേസ്റ്റ്, നമ്മൾ തൂർന്ന തീട്ട, മുള്ളുന്ന മൂത്രം, പച്ചക്ക് പറഞ്ഞാൽ അത് പോയിട്ടിരിക്കണം. ഡ്രൈ ടോയ്ലറ്റ് എന്ന് പറയുന്ന കക്കൂസുകളുണ്ട്, വെള്ളമില്ലാത്ത കക്കൂസുകൾ ഉത്തരേന്ത്യയിൽ. ഗുജറാത്തിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, യു പിയിലുണ്ട്, ഇടതുപക്ഷത്തിന്റെ ബംഗാളിലുണ്ട് ഡ്രൈ ടോയ്ലറ്റുകൾ, വെള്ളമില്ലാത്ത കക്കൂസുകൾ. ആരാ വൃത്തിയാക്കുക? ആരാ വൃത്തിയാക്കുക? ദളിതനാണ് വരേണ്ടത് രാവിലെ. ഏത് ദളിതൻ? ഏത് ദളിതൻ? ഏറെയും ഉത്തരേന്ത്യയില് ദളിത് സ്ത്രീകൾ എന്താ അവരുടെ പേര്? സീതാദേവി എന്ന്, രാധാദേവി എന്ന്, സരസ്വതി എന്ന്, ഊർമിള എന്ന്, ദ്രൗപദി എന്ന് പുരാണങ്ങളില് സ്ത്രീ കഥാപാത്രങ്ങളുടെ പേരുള്ള ദളിത് പെണ്ണുങ്ങൾ തലയിൽ കുട്ടയുമായി വരികയാണ്. വന്നിട്ടോ ആ ഡ്രൈ ടോയ്ലറ്റുകളുടെ പിന്നാമ്പുറത്ത് അവർ വന്നിരിക്കുകയാണ്. എന്നിട്ടോ കയ്യിലുള്ള ചെറിയ പ്ലാസ്റ്റിക്കിന്റെ കപ്പ് കൊണ്ട് മനുഷ്യന്റെ മലം അവർ ആ കൊട്ടയിലേക്ക് വാരി നിറക്കുകയാണ്. എന്നിട്ടോ ആ കൊട്ടയെടുത്ത് തലയിൽ വെച്ചിട്ട് കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിർത്തിവച്ചിട്ടുള്ള മുനിസിപ്പാലിറ്റിയുടെ ട്രാക്ടറുകളിലേക്ക് നിക്ഷേപിക്കാൻ ആ സ്ത്രീകള് മനുഷ്യന്റെ മലം തലയിൽ ചുമന്ന് കൊണ്ടുപോവുകയാണ്. ഉത്തരേന്ത്യയിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, മഴ പെയ്യും. ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഭാഷാ സിംഗ് എന്ന് പറയുന്ന എഴുത്തുകാരി എഴുതിയ അൺസീൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം വായിച്ചു. ഇതാണ് വിഷയം. മഴ പെയ്യുമ്പോഴോ? മഴ പെയ്യുമ്പോ എന്തുണ്ടാവുക? ഇത് ടയറിന്റെ കുട്ടകളാണ് ഇവരുടെ കയ്യിൽ. ബിജെപി ഇവിടുത്തെ ഹിന്ദുക്കളെ ആകെ ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പോകുന്നു എന്ന് നാടിനുള്ള പറയുമ്പോ അവരുടെ ആ പ്രചരണത്തിന് മുൻപ് കേരളത്തില് ഇടതുപക്ഷ ഗവൺമെന്റിന് പോലും ആയുധം നഷ്ടപ്പെടുമ്പോ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് ഞങ്ങൾ കേരളം പിടിക്കുമെന്ന് അമിത്ഷാ കേരളത്തിൽ വന്ന് പ്രസംഗിക്കുമ്പോ നമ്മൾ ആലോചിക്കേണ്ട വിഷയം, മഴ പെയ്യുമ്പോഴോ ആ ടയർ കൂട്ടയുടെ വിടവിലൂടെ മനുഷ്യന്റെ മലം ഈ സ്ത്രീകളുടെ തലയിലേക്ക് ഒലിച്ചിറങ്ങാൻ തുടങ്ങും. അവരുടെ മൂക്കിലൂടെ അതവരുടെ നാവിലേക്ക് കിനിയാൻ തുടങ്ങും. മനസ്സിലാക്കിക്കോ, നാവിലേക്ക്, മനുഷ്യ സ്ത്രീകളുടെ നാവിലേക്ക് മനുഷ്യന്റെ മലം കിണിഞ്ഞു വീഴുന്ന ഗതികേട് വടക്കേന്ത്യയിലുള്ളത് ഈ സമുദായത്തിലെ പാവപ്പെട്ട ദളിതനാണ്. നമ്മൾ ഐക്യപ്പെടേണ്ട ഈ പുതിയ കാലത്ത്, നമ്മൾ ഐക്യപ്പെടേണ്ട ഈ പുതിയ കാലത്ത്, ഈ നെറുകെട്ടപ്പണിയിൽ നിന്ന്, ഈ പതിതാവസ്ഥയിൽ നിന്ന് മനുഷ്യരായി പരിഗണിക്കപ്പെടാത്ത ഈ പുതിയ കാലഘട്ടത്തിന്റെ കെടുതികൾക്കെതിരെ നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യാൻ കഴിയണ്ടേ? ആ രാഷ്ട്രീയമാണ് ലീഗ് മുന്നോട്ട് വെക്കുന്നത്. ആ രാഷ്ട്രീയം വലിയ അളവിൽ വടക്കേ ഇന്ത്യയിൽ സ്വീകരിക്കപ്പെടുന്നു എന്നാണ് നമ്മളോട് പുതിയ സംഭവങ്ങൾ പറയുന്നത്. ഇന്ത്യയിൽ ഇന്നലെ ജാർഖണ്ഡിൽ ഒരു യോഗം നടന്നു. ജാർഖണ്ഡിൽ പ്രിയപ്പെട്ട ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു വലിയ യോഗം. ദളിത് ലീഗ് എന്ന് നമ്മൾ കേട്ടു. ദളിത് ലീഗ് എന്ന് നമ്മൾ കേട്ടു. കേരളത്തിൽ ദളിത് ലീഗിന് ഘടകങ്ങളുണ്ട്. കേരളത്തിലെ ദളിത് സമുദായത്തിനിടയിൽ വലിയ സ്വാധീനമുള്ള സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ ദളിത് ലീഗ്. ആദിവാസി ലീഗ് എന്ന് കേട്ടോ? കേരളത്തിൽ കേട്ടോ നമ്മൾ ആദിവാസി ലീഗ് എന്ന്? ആദിവാസി ലീഗ് ഉണ്ടാവുകയാണ് ജാർഖണ്ഡിൽ. ജാർഖണ്ഡിലെ വനവാസികൾ, അവിടുത്തെ ആദിവാസികൾ, അവിടുത്തെ ആദിമ ഗോത്ര ജനത വർഗീയതയുടെ പാകിസ്ഥാന്റെ പച്ചപ്പതാക എന്ന് പറയുന്ന ഈ പതാകയുടെ തണലിലേക്ക് ആവേശത്തോടെ കടന്നു വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആദിവാസികൾ ലീഗിലേക്ക് കടന്നു വരുന്നു. ഉത്തരേന്ത്യയിൽ ആദിമ സമുദായത്തിനോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്വത്ത് രാഷ്ട്രീയത്തിന്റെ നിലപാട് സ്വീകാര്യമാകുന്നു. എന്തുകൊണ്ട്? അവര് കുടിവെള്ളത്തിനു വേണ്ടി കിലോമീറ്ററുകളോളം നടക്കുന്നവരാണ്. ജാർഖണ്ഡിലെ ഗിരിധി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പുതിയ ദേശീയ കമ്മിറ്റിയുടെ സെക്രട്ടറി മുഫ്തി സയ്യിദ് ആലം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കടന്നു വരുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു കുട്ടികളും സ്കൂളിൽ പോകാറില്ല. എന്തുകൊണ്ട് പോകാറില്ല?
പഠിപ്പിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ ഞങ്ങളുടെ ഗ്രാമങ്ങളിലെ കുട്ടികൾക്കൊരു തൊഴിൽ ചെയ്യാനുണ്ട്. എന്താണത്? രാവിലെ കയ്യിൽ കുട്ടകളുമായി കിലോമീറ്ററുകളോളം കുടവുമായി നടന്നു പോകണം. ഒരിച്ച് കുടിവെള്ളം കിട്ടാൻ ജാർഖണ്ഡിലെ വരൾച്ച ബാധിച്ച പ്രദേശങ്ങളിൽ കാതങ്ങളോളം നടന്നു പോകണം. സ്കൂളിൽ പോകാൻ കഴിയാതെ കുഞ്ഞുമക്കള് കിലോമീറ്ററുകളോളം കുടങ്ങളുമായി നടന്നുപോയിട്ട് വൈകുന്നേരമാണ് ദാഹം ശറ്റിക്കാനുള്ള വെള്ളവുമായി തിരിച്ചു വരുന്നത്. ആ കുട്ടികളെ ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളത്തിന് പറഞ്ഞയക്കണോ, അതല്ല അവരെ ഞങ്ങൾ പറഞ്ഞയക്കേണ്ടത് സ്കൂളിലേക്കാണോ എന്ന് ചോദിക്കുമ്പോ നമുക്ക് ഉത്തരം കിട്ടിപ്പോകുന്ന ഭീകരമായ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ പകച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ ജീവിതത്തിലേക്ക്, അവരുടെ ജീവിതത്തിന്റെ ആ വരണ്ട അവസ്ഥയിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കാരുണ്യത്തിന്റെ നീരുറവുകളായി കടന്നു ചെല്ലുമ്പോ ഞങ്ങളുടെ രാഷ്ട്രീയം അവിടെ സ്വീകരിക്കപ്പെടുന്നുണ്ട്. ഉത്തരേന്ത്യൻ മുസ്ലിംകൾക്കു നേരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടന്നു ചെല്ലുമ്പോ ആ സമുദായം മുസ്ലിം ലീഗിന് നേരെ ഓടിയെടുക്കുന്ന ആവേശകരമായ കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ രാഷ്ട്രീയത്തെയാണ് കേരളം പിന്തുണയ്ക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താ കേരളത്തിലൊരു സ്ഥിതി? ഇപ്പൊ എന്താ സ്ഥിതി? പോയല്ലോ, ഇവിടെ പറഞ്ഞല്ലോ, എല്ലാവരും പോയി. പിണറായി വിജയൻ പോയി കണ്ടു. ആരാ? ഫാസിസത്തെ പ്രതിരോധിക്കാൻ ഇരട്ടച്ചങ്കിന്റെ കനമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരളത്തിലെ ഇന്ത്യയിലെ ഫാസിസ്റ്റ് വെല്ലുവിളിക്ക് കേരളത്തിന്റെ ഇടതുപക്ഷമാണ് ബദലെന്ന് നാട് നീളെ കമ്മ്യൂണിസ്റ്റുകാരൻ പ്രസംഗിച്ച് നടക്കുന്ന ഒരു കാലത്ത് ഈ കേരളം എന്താണ് രാജ്യത്തോട് വിളിച്ചു പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഐ സമ്മൺഡ് കേരള CM. ഐ സമ്മൺഡ് കേരള CM എന്നാണ് കേരളത്തിന്റെ ഗവർണർ പി സദാശിവം ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്താ സമൻസ്? എന്താ സമൻസ്? ഇവിടെ ഞാൻ കാണുന്നുണ്ട് കാക്കി ഉടുപ്പിട്ട എന്റെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സുഹൃത്തുക്കളെ. അവർക്ക് വന്നിട്ടുണ്ടാവും, നമുക്ക് വന്നിട്ടുണ്ടാവും പലപ്പോഴും സമൻസ്. എന്താ സമൻസ്? കോടതിക്ക് മുൻപിൽ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിർബന്ധമായും ഹാജരാകണമെന്നുള്ള കോടതിയുടെ ഉത്തരവാണ് സമൻസ്. സമ്മൻ എന്ന് പറഞ്ഞാൽ അതൊരു ലീഗൽ ടേമാണ്, നിയമപരമായ വലിയ അർത്ഥതലങ്ങളുള്ള ഒരു പദമാണ്. ഞാൻ സമൻസ് അയച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും കേരള സംസ്ഥാനത്തെ പോലീസ് മേധാവിയെയും എന്റെ മുമ്പിൽ വിളിച്ചു വരുത്തി എന്നാണ് പറഞ്ഞത് ഗവർണർ. സമൻസ് അയച്ചിട്ട് വന്നില്ലെങ്കിലോ, സമൻസ് അയച്ചിട്ട് പോയില്ലെങ്കിലോ, 2-3 സമൻസുകൾക്ക് ശേഷം പ്രതി ഹാജരായില്ലെങ്കിൽ കോടതി എന്താ ചെയ്യുക? പിന്നെ അറസ്റ്റ് വാറന്റാണ്. പിണറായി വിജയൻ സമൻസ് അയച്ചിട്ട് പോയില്ലെങ്കിൽ പിന്നെ ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വരിക കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ അന്വേഷണ ഏജൻസിയായ CBIയുടെ അറസ്റ്റ് വാറന്റാണ് എന്ന് തിരിച്ചറിയുമ്പോ കേരളത്തിലെ 3.25 കോടിയോളം വരുന്ന ജനങ്ങളുടെ ആത്മാഭിമാനത്തെ എന്നേക്കുമായി കളഞ്ഞുകുളിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സദാശിവത്തിന്റെ മുമ്പിൽ പോയി. സദാശിവം പറഞ്ഞു, BJPക്കാരോട് ചർച്ച വേണം, RSSനോട് ചർച്ച വേണം, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ പോലീസിന്റെ നിഷ്ക്രിയത്വം അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുമ്പോ കേട്ട പാതി കേൾക്കാത്ത പാതി മുണ്ടും മടക്കി കുത്തി ഓടിയലച്ച് പിണറായി വിജയൻ കുമ്മനം രാജശേഖരനെ കാണാൻ വരികയാണ്. അവിടെയാണ് മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത്. പോയിരുന്ന് ചർച്ച ചെയ്യുമ്പോ കുമ്മനം രാജശേഖരൻ പിണറായി വിജയന്റെ കയ്യിലേക്ക് ഒരു പേപ്പർ കൊടുത്തു. നമ്മളൊക്കെ പിറ്റേ ദിവസം വായിച്ചില്ലേ പത്രത്തില്? കേരളത്തിന്റെ പോലീസ് തലപ്പത്ത് വമ്പിച്ച അഴിച്ചുപണി നടത്തി പിറ്റേ ദിവസം പിണറായി സർക്കാർ. കേരളത്തിന്റെ പോലീസ് ആസ്ഥാനത്ത് സെൻകുമാർ എന്ന് പറയുന്ന അവർക്ക് ഇഷ്ടമല്ലാത്ത DGPയെ നിയന്ത്രിക്കാനെത്തിയ ടോമിൻ തച്ചങ്കരിയെ മാറ്റി, ദിനേന്ദ്ര കശ്യപിനെ മാറ്റി, കേരളത്തിലെ ഒട്ടേറെ IPS ഉദ്യോഗസ്ഥന്മാര് പിറ്റേ ദിവസം രാവിലെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് സ്ഥലം മാറ്റി. ആരാ കൊടുത്തത് പേപ്പർ? AKG സെന്റർ എന്നാണോ? കോടിയേരിയാണോ? സീതാറാം യെച്ചൂരിയാണോ? പ്രകാശ് കാരാട്ടാണോ? അല്ല, പിന്നെയോ? എവിടെ ആരെയൊക്കെ സ്ഥലം മാറ്റണമെന്ന്, ആരൊക്കെ ഏത് കേസുകൾ അന്വേഷിക്കണമെന്ന്, കേരള പോലീസ് എങ്ങനെ അനങ്ങണമെന്ന് അന്ന് വാറോല കുമ്മനം രാജശേഖരൻ കൊടുത്തനുസരിച്ചിട്ട് പിണറായി വിജയൻ കേരളത്തിന്റെ പോലീസ് തലപ്പത്ത് അഴിച്ചുപണി നടത്തിയത്. പിന്നെയും പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികള് നോട്ടിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തൊരു കളിയുണ്ട് കൊടുങ്ങല്ലൂര്, അല്ലേ? കൊടുങ്ങല്ലൂര് 2000ന്റെ നോട്ടിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്താലും നോട്ട് പ്രിന്റിംഗ് മെഷീനിൽ അടിച്ചാലും ആ നോട്ട് ഈ രാജ്യത്തിന്റെ മാർക്കറ്റിൽ കൊണ്ടുവന്ന കള്ളപ്പണമായിട്ട് അവർ മാറും. കോടിക്കണക്കിന് രൂപ BJPയുടെ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന്റെ പൊതുമാർക്കറ്റിലേക്ക് അവർ പമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലാഭം കേരളത്തിലെ BJP നേതാക്കന്മാർ പോലും പറ്റിയിട്ടുണ്ട് എന്ന വലിയ കള്ളനോട്ട് കേസിന്റെ കാണാച്ചങ്ങലകളിലേക്ക് കേരള പോലീസ് പോകുമ്പോ ഒരൊറ്റ ദിവസം കൊണ്ട് കള്ളനോട്ട് കേസ് ഫോട്ടോസ്റ്റാറ്റ് കേസായിട്ട് മാറാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇവിടുത്തെ സഖാക്കൾ ആരാ കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത്?
മാരാർജി ഭവനിലിരുന്ന് കുമ്മനം രാജശേഖരനാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത്. അതൊരു മുസ്ലിം പേരായിരുന്നെങ്കിലോ എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടിയാൽ ഞങ്ങൾ വർഗീയത പറയുകയല്ല, ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു ഓലപ്പടക്കം പൊട്ടിയാൽ അത് പൊട്ടിച്ചവന്റെ പേര് ഒരു മുസ്ലിം പേരാണെങ്കിൽ അവൻ ഭീകരവാദിയാണ്, അവൻ തീവ്രവാദിയാണ്. അവന് മുൻപ് മരിച്ചുപോയ അവന്റെ 3 തലമുറയുടെ പേരുകൾ കേരള പോലീസും മാന്തിപ്പുറത്തും രാജ്യത്ത് ഏതന്വേഷണ ഏജൻസിയും മറുഭാഗത്തിലും മറ്റൊരു പേരാണെങ്കിലോ 15 മിനിറ്റിനുള്ളിൽ അവൻ മാനസിക രോഗിയാണെന്ന് വിധിയെഴുതും. അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ രാജ്യം പോകുന്നത്. ഞാൻ നിങ്ങളോട് നിരാശരാമാരല്ല പറഞ്ഞത്, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇയാൾ പറയുന്നു വലിയ പ്രശ്നമാണെന്ന്, ഇയാൾ പറയുന്നു വലിയ കുഴപ്പമാണെന്ന്. താടി വെച്ചവന്, തൊപ്പിയുള്ളവന്, നിസ്കാരത്തഴമ്പുള്ളവനെ തേടി പിടിച്ച് കൊല്ലുന്ന ഒരു കാലം വന്നുവെന്ന് ഇയാൾ പറയുന്നു. എങ്ങനെ പ്രതിരോധിക്കും? നമുക്ക് അർദ്ധരാത്രിയിൽ മെഴുകുതിരി കത്തിച്ചു വെക്കാം. ആ മെഴുകുതിരിക്ക് ചുറ്റുമിരുന്ന് നമുക്ക് സായുധ ജിഹാദിനെ കുറിച്ച് ചർച്ച ചെയ്യാം. നമുക്ക് സായുധമായി ജിഹാദ് ചെയ്തുകൊണ്ട് ഫാസിസത്തെ പ്രതിരോധിക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട്. തിരുവനന്തപുരത്ത് വെമ്പായം എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് നമ്മൾ വായിച്ചു വാർത്ത. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ സമുദായത്തിനു വേണ്ടി മരിക്കുകയല്ല ഈ കാലഘട്ടം നിങ്ങളോട് ആവശ്യപ്പെടുന്ന ദൗത്യം. പിന്നെയോ ഈ സമുദായത്തിനു വേണ്ടി, ഈ നാടിന്റെ മഹിതമായ മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. ഈ രാജ്യത്ത് ഇപ്പോഴും അവർ 35%. ഗോഡ്സെയുടെ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്നവർ, ഈ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ, ഈ നാടിനെ തകർത്തെറിയാൻ ശ്രമിക്കുന്നവർ ഭാഗ്യവശാൽ ഇപ്പോഴും ഈ രാജ്യത്ത് ന്യൂനപക്ഷമാണ്. ഏറ്റവും ഒടുവിൽ അവർക്ക് വലിയ വിജയമുണ്ടായി എന്നവരെ അവകാശപ്പെടുന്ന ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ അവർ നേടിയത് 69% വോട്ടുകൾ മാത്രം. 61% അവരുടെ രാഷ്ട്രീയത്തിനെതിരാണ്. 61% രാജ്യത്തെ ഒരു മതേതര ജനാധിപത്യ രാജ്യമായി നിലനിന്ന് കാണണം എന്നാഗ്രഹിക്കുന്നവരാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരെ ഐക്യപ്പെടുത്തണം. അവരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു മതേതര ജനകീയ ബദൽ തീർക്കാൻ നമുക്ക് കഴിയണം. അവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ പറയും, എന്താ ഇപ്പൊ ഇത് തീർത്തിട്ട് ബീഹാറിൽ നിങ്ങൾ ഉണ്ടാക്കിയല്ലോ മതേതര മഹാസഖ്യം, അധികാരം ലഭിക്കാൻ ചെറിയൊരു ചാൻസ് കണ്ടപ്പോ നിതീഷ് കുമാർ പോയി. ശരിയാണ്. ബീഹാറിലെ ജനത ബിജെപിക്കെതിരെ എഴുതിയ ജനവിധിയുടെ ആ മാൻഡേറ്റിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നിതീഷ് കുമാർ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വഞ്ചന കാണിച്ചുകൊണ്ട് ബിജെപിയെ ബീഹാറിൽ അധികാരത്തിൽ കൊണ്ടുവന്നു. ശരിയാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇനി എന്ത് വേണം സഖാക്കളെ? ഇനി എന്ത് വേണം? നിങ്ങൾ പറയൂ. നിങ്ങളൊരു ബദൽ പറ, നിങ്ങളൊരു പരിഹാരം പറ. ഇല്ലെങ്കിൽ നിങ്ങൾ കേട്ടോ, മിനിഞ്ഞാന്ന് ബീഹാറിലെ ഭോജ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ നിന്ന് നമ്മൾ നവസമൂഹ മാധ്യമങ്ങളിൽ ഒരു ദൃശ്യം കണ്ടു. എന്താ ദൃശ്യം? പശുവിനെ കടത്തിക്കൊണ്ടുപോയി എന്നതിന്റെ പേരിൽ ബീഹാറിൽ 2 മുസ്ലിം ചെറുപ്പക്കാര് ഗോസംരക്ഷണ സേനയുടെ പ്രവർത്തകന്മാർ മർദ്ദിക്കുന്ന ചിത്രം. മിനിഞ്ഞാന്ന് നടന്നത് ഒരാഴ്ച മുൻപ്. ഉത്തർപ്രദേശിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്, മധ്യപ്രദേശിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, രാജസ്ഥാനിൽ കണ്ടിട്ടുണ്ട്, ഗുജറാത്തിൽ കണ്ടിട്ടുണ്ട്, ഇന്ത്യയിലെ ഛത്തീസ്ഗഡിൽ കണ്ടിട്ടുണ്ട്, ഉത്തരാഖണ്ഡിൽ കണ്ടു, ഒരുപാട് സംസ്ഥാനങ്ങളിൽ കണ്ടു. ബീഹാറിൽ കണ്ടിരുന്നോ? ബീഹാറിൽ നമ്മൾ കണ്ടോ? കഴിഞ്ഞ 2 വർഷക്കാലം ഇല്ല. എന്തുകൊണ്ട്? അവിടെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വരെ അധികാരത്തിലുണ്ടായിരുന്നത് ലല്ലു പ്രസാദ് യാദവ് എന്ന ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ മതേതരവാദിയായ മനുഷ്യന് നിർണായക സ്വാധീനമുള്ള ഒരു മതേതര ഭരണകൂടം. ഇപ്പോഴോ ബിജെപിക്ക് നിർണായക സ്വാധീനമുള്ള ഒരു ഭരണകൂടം. ജുനൈദ് സഞ്ചരിച്ച ട്രെയിനിൽ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. ആ ട്രെയിനിലെ കമ്പാർട്ട്മെന്റിൽ 2 അധ്യാപകരുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാരുണ്ടായിരുന്നു. അഭ്യസ്തവിദ്യരായ സിവിലൈസ്ഡ് എന്ന് നമ്മൾ പറയുന്ന ഒരു വലിയ ജനക്കൂട്ടം ആ കമ്പാർട്ട്മെന്റിനകത്ത് 16 വയസ്സുള്ള പൊന്നുമോന് അവനോളം നീളമുള്ള കടാര കൊണ്ട് കുത്തി നുറുക്കി കൊലപ്പെടുത്തുമ്പോ ആ ആൾക്കൂട്ടം പറഞ്ഞില്ല കൊല്ലരുതേ എന്ന്. ഈ ആൾക്കൂട്ടം നമ്മൾ ഇപ്പൊ ബീഹാറിൽ കാണുന്നു, ഉത്തർപ്രദേശിൽ കാണുന്നു, ഛത്തീസ്ഗഡിൽ കാണുന്നു. രാജ്യത്തെല്ലായിടത്തും പശുവിനെ കൊണ്ടുപോകുന്ന, ചത്ത പശുവിന്റെ തോലിരിക്കുന്ന ഒരു മുസൽമാന് നേരെ, ഒരു ദളിതന് നേരെ, ഒരു പാവപ്പെട്ടവന് നേരെ ഏത് നിമിഷവും ചാടി വീടാവുന്ന രൂപത്തിൽ സജ്ജരായി ആയുധങ്ങളുമായി അവരുണ്ട്. ഈ ആൾക്കൂട്ടം ഇവിടെ നിന്ന് വന്നു. ഈ ആൾക്കൂട്ടം എവിടെയായിരുന്നു? ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ, ഈ ആൾക്കൂട്ടത്തെ നിലക്ക് നിർത്താൻ ഈ രാജ്യം ഇവിടുത്തെ ദളിതന്റെ, ഇവിടുത്തെ മുസൽമാന്റെ, ഇവിടുത്തെ ക്രൈസ്തവന്റെ, ഇവിടുത്തെ പാഴ്സിയുടെ, സിഖുകാരന്റെ, ഹൈന്ദവന്റെ, ഈ മണ്ണിന്റെ മക്കളുടെ എല്ലാവരുടേതാണെന്ന് പറയാൻ
ഒരു മതേതര ഭരണകൂടം ഉണ്ടായിരുന്നു ഈ രാജ്യത്ത്. ആ ഭരണകൂടം ഇന്ന് ഡൽഹിയിലില്ല. അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള രാഷ്ട്രീയമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആ വലിയ ദൗത്യമാണ് ഈ പുതിയ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട് ആവശ്യപ്പെടുന്നത്. രാജ്യത്തെമ്പാടുമുള്ള മുസ്ലിം സമുദായം, ദളിത് സമുദായം, ആദിവാസികൾ, ഈ രാജ്യത്തെ മർദ്ദിത ജനകോടികൾ ഒന്നാകെ കേരളത്തിൽ അഭിമാനകരമായ അസ്തിത്വത്തിന്റെ വസന്തം തീർത്ത് ഈ പാർട്ടിയുടെ ഉത്തരേന്ത്യയിലുള്ള കടന്നുവരവിന് ആവേശത്തോടെ, പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നുണ്ട്. ആ പ്രതീക്ഷകളോട് നീതി പുലർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. हम तो जलाते रहेंगे चिराग रास्ते में कई दुश्मन या दोस्त का घर मिले. നമ്മൾ വിളക്ക് കത്തിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ നടന്നു നീങ്ങുന്ന വഴിയിൽ ഒരുപക്ഷെ നമ്മുടെ ശത്രുവിന്റെ വീടുണ്ടാകാം, ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തിന്റെ വീടുണ്ടാകാം. നമ്മൾ കത്തിച്ചു പിടിക്കുന്ന ഈ മെഴുകുതിരിവെട്ടം അത് നമ്മുടെ ശത്രുവിനും നമ്മുടെ സുഹൃത്തിനും ഒരുപോലെ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന നിഷ്കളങ്കതയുടെ രാഷ്ട്രീയമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ആ സഹിഷ്ണുതയുടെ രാഷ്ട്രീയമാണോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്? ആ മതേതര ജനാധിപത്യ മൂല്യങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ചുരുക്കെഴുത്താണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയവുമായി ധീരമായി നമ്മൾ മുന്നോട്ട് പോവുക. ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഈ പതാക കയ്യിലെന്ത് കടന്നുപോയ മഹാന്മാരായ ഒരുപാട് നേതാക്കളുടെ രണസ്മരണകൾ എങ്ങനെ ഇരുളുകനത്ത നമ്മുടെ വഴികളിൽ വെളിച്ചമായി തെളിഞ്ഞു നിൽക്കുമ്പോ പതറാതെ കാലിടറാതെ അഭിമാനത്തോടെ, ആവേശത്തോടെ, ആത്മാർത്ഥതയോടെ ഈ രാഷ്ട്രീയത്തിന്റെ സന്ദേശവുമായി മുന്നോട്ട് പോകാൻ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, അങ്ങനെ ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.